തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ വനിതാ ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ. 60-ലേറെ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ക്യാമ്പസിലെ 2 ക്യാന്റീനുകൾ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ. വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് ക്യാമ്പസ് താൽക്കാലികമായി അടച്ചു. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. വനിതാ ഹോസ്റ്റലിലെ 60-ലേറെ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ക്യാമ്പസ് അടച്ചു. ഹോസ്റ്റൽ ക്യാന്റീനുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചിരുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ വൻ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെയാണ് ഹോസ്റ്റലുകളിൽ മെസ് പ്രവർത്തിച്ചിരുന്നത്. നടത്തിപ്പുകാർക്ക് ഇത് അടച്ചുപൂട്ടാനും പിഴ ചുമത്താനും നോട്ടീസ് നൽകിയതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം 23 വിദ്യാർത്ഥികൾ വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഹോസ്റ്റലിൽ നിന്ന് ചിക്കൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ചികിത്സ തേടിയവർക്ക് പുറമെ 40ഓളം വിദ്യാർത്ഥികൾക്കും ദേഹാസ്വാസ്ഥ്യവും ക്ഷീണവും അനുഭവപ്പെട്ടതായും വിദ്യാർത്ഥികൾ പറയുന്നു. 10 വർഷമായി ഹോസ്റ്റൽ കരാർ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ 10 വർഷത്തിനിടെ ഒരു തവണ പോലും പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്താത്ത കിണർ വെള്ളമാണ് ഹോസ്റ്റലുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നും പരിശോധനയിൽ കണ്ടെത്തി. വർഷത്തിൽ 2 തവണ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇത് കാറ്റിൽ പറത്തിയായിരുന്നു ഹോസ്റ്റലുകളുടെ പ്രവർത്തനം. സർവകലാശാല അടച്ചതോടെ വിദ്യാർത്ഥികളോട് എത്രയും വേഗം ഹോസ്റ്റൽ ഒഴിയണമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. കേരള വിഷൻ, തിരൂർ.